ഞാൻ കാണുന്നത് ജൂലൈയുടെ എനർജീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ബ്ലോക്ക് ഇപ്പോഴും കാണാണ്ട്. നിങ്ങൾക്ക് മുഴുവനെ ആ പുതിയ എനർജീനെ എംബ്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ എന്താ കാരണം? എന്താണ് ഈ ബ്ലോക്ക് ഉള്ളത്? നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജൂലൈ എനർജിയിൽ നോക്കാം. എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, ഇത് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് ആണ്. എന്താണ് മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ലിയോ സൺ സൈൻ, മൂൺ, എസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ എനർജി കിങ് ഓഫ് സ്വോർഡ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഈ മാസത്തിൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് സോഡ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. കിങ് ഓഫ് സോഡ്സ് ഒരു വെരി പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, ഈ മാസം നിങ്ങളുടെ എനർജി തന്നെ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണത്. കാര്യങ്ങൾ എല്ലാത്തിലും ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ ചിലവർക്ക് ഇത് ഒരു വേറൊരു പേഴ്സൻ്റെ എനർജി ആവാം. ഇതൊരു പ്രൊഫഷണലിൻ്റെ എനർജി ആവാം. എന്ന് വെച്ചാൽ ഒരു ലോയർ, ഡോക്ടർ, അങ്ങനെ ആരെങ്കിലും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സണെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. ലോയർ, ഡോക്ടർ അല്ല വെച്ചാൽ ഇതൊരു ഫ്രണ്ടും ആവാം. അവരുടെ കൂടെ നിങ്ങൾ എന്തോ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യണ എനർജി ആവാം. അതല്ല വെച്ചാൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ ഗൈഡൻസ് എടുക്കണ എനർജി ആവാം. പക്ഷെ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ കിങ് ഓഫ് സോഡ്സ് എന്താണെന്ന്. അപ്പോൾ ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങളും ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ നെഗറ്റിവിറ്റി ഉണ്ടാവണു. ഈ റിലേഷൻഷിപ്പ് അല്ലച്ചാൽ കരിയർ. ഓക്കെ, ഇത് ഓഫീസ് പോളിറ്റിക്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ കുറച്ചൊരു നെഗറ്റീവ് എനർജീസാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറച്ച് പിന്മാറി. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രയും എഫേർട്ടും എനർജി ഇടണോ അത്രയും നെഗറ്റിവിറ്റി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങി. ഈ സിറ്റുവേഷനിൽ നൈറ്റ് ഓഫ് വോൺസ് നിങ്ങൾ അത്ര മുമ്പത്തെ മാതിരി ആ എഫേർട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തിന് ചില സമയത്ത് നിങ്ങൾ ഇവരുടെ കൂടെ സംസാരിക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ കുറേയൊക്കെ നിങ്ങൾ മാറി നിൽക്കാമെന്നാണ് നോക്കണത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ എനർജി ഒരു ഇൻ ആൻഡ് ഔട്ട് ആയിട്ടാണ് വരണേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു കൺസിസ്റ്റൻസി ഇല്ല. പാസ്റ്റിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പം നൈറ്റ് ഓഫ് സോഡ്സും ഒരു കുറേ ഇമ്പൾസീവ് എനർജിയാണ്. ഓക്കെ, വഴക്കുണ്ടാവുന്ന എനർജിയാണ്. കുറേ ഒരു റൂഡെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയാണ്. കിങ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ കാണാണ്ട് പാസ്റ്റിൽ. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ എത്ര ആൾക്കാരാണ് നിങ്ങളുടെ പാസ്റ്റിൽ കാണുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. എന്താണ് ഇവിടെ ഇഷ്യൂ? അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ വലിയ ഒരു കംപ്ലീഷൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തോ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ചില ഹീലിംഗ് എനർജീസ് കാണാണ്ട്. ചില ആൾക്കാരുടെ കൂടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റായി ഇല്ല വെച്ചാൽ അവരുടെ അടുത്തുനിന്ന് മാറി നിന്നു. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി വരട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ ഈ മാസം അങ്ങനത്തെ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ മെജിഷ്യൻ ആണ് വന്നിരിക്കുന്നത്. മെജിഷ്യൻ നിങ്ങൾ പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ലൈഫിൽ. പേജ് ഓഫ് സോഡ്സ്, നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോണത്. ആൻഡ് എസ്പെഷ്യലി ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കണു. നിങ്ങൾക്കൊരു പേഴ്സൺ ഇഷ്ടമായിരിക്കും. ആ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾക്കൊരു അതും ഒരു പാസ്റ്റ്
പാസ്റ്റ് അല്ല, ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ വിഷാണ് ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ റീകണക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു കണക്ഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ജനറലി നിങ്ങൾ മനസ്സിൽ വെച്ചത് എന്താ വെച്ചാൽ എനിക്കൊരു ഹാപ്പി ആയി ഒരു ലൈഫ് ജീവിക്കണം, എനിക്ക് ഫാമിലി വേണം, കുട്ടികൾ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. ആൻഡ് ആ മാനിഫെസ്റ്റേഷൻസ് എവിടെയോ ട്രൂ ആവുന്നുണ്ട് പറഞ്ഞാൽ അത് അടുക്കാറായി. അതാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാറായി. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്, സൈലൻസിൻ്റെ എനർജിയാണ്, സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ്? ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ചില സീക്രറ്റ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. എന്താ വെച്ചാൽ കുറേ സീക്രറ്റ്സിൻ്റെ എനർജി കാണുന്നുണ്ട് ഞാൻ. അതുമാത്രമല്ല, എന്തോ ഒരു ഡിസ്കണക്ഷൻ പോലെ നിങ്ങൾ ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യണില്ല ഈ ആൾക്കാരുടെ കൂടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, പക്ഷെ അവരുടെ കൂടെ ഇപ്പോൾ ആ കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യണില്ല. എന്താ വെച്ചാൽ എന്തോ മറച്ചു വെച്ചു, ഇല്ല വെച്ചാൽ എന്തോ നിങ്ങൾക്ക് അറിയാണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു. സ്റ്റാർ. അപ്പോൾ ഡിഫിക്കൾട്ട് സമയമാണ്, ബട്ട് നിങ്ങൾക്ക് ഹോപ്പുണ്ട് എല്ലാം ശരിയാവുമെന്ന്. ഇവിടെ 9 ഓഫ് വാൻസ് ആണ് വന്നിരിക്കണത് നിങ്ങളുടെ അഡ്വൈസ് ആയിട്ട്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ഒരു പേടിയുണ്ട്, എന്തോ ലെറ്റ് ഗോ ചെയ്യാനുള്ള പേടി. ക്ലാരിറ്റി ഉണ്ടായിട്ടും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പേടി. എന്താ വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ വലിയ മാറ്റങ്ങൾ വരും എന്ന് പേടിച്ചിട്ടായിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണ് ഇഷ്യൂ ഇല്ല വെച്ചാൽ അവരെ കൺഫ്രണ്ട് ചെയ്യാനുള്ള പേടിയായിരിക്കും. എന്താ വെച്ചാൽ അത് ചോദിച്ചാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു, അത് എനിക്ക് ഇഷ്ടമായില്ല, അങ്ങനെ കുറേ ഒരു പേടിയുണ്ട് മനസ്സിൽ. എന്താ അവർ പറയുക അറിയില്ല, അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. ലവേഴ്സ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. പക്ഷേ ഇവിടെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഡെസ്റ്റിൻഡ് കണക്ഷനാണ് ഇത്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഉടനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, ഒരു ഡെസ്റ്റിനി പോലെ. അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആയിരിക്കും. ഈ മാസം ഔട്ട്കമ്മിൽ വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ, പൈസീസ് എനർജി. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും ഈ മാസം എന്നാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. പക്ഷേ എവിടെയോ നിങ്ങളുടെ പാസ്റ്റിൻ്റെ ചില ഇഷ്യൂസിൻ്റെ കാരണം നിങ്ങൾക്ക് അത്രയും ബ്ലോക്ക്ഡായി നിങ്ങൾ ഫീൽ ചെയ്യാണ്. എന്താ വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, ഇത് ശരിയാവും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ശരിയാവണില്ല. ആൻഡ് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ എന്തോ വേറെ ഒരു ഡെസ്റ്റിനി നിങ്ങളെ വേറെ എവിടേക്കോ ആണ് കൊണ്ടുപോകണത്. പക്ഷെ അത് ബ്ലോക്ക്ഡാണ് ഇപ്പോൾ. എന്താ വെച്ചാൽ നിങ്ങൾ ആ പാസ്റ്റിൻ്റെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ബ്ലോക്കായി നിങ്ങളുടെ ലൈഫിൽ വരണു. നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് ഇവിടെ എവറിത്തിങ്സ് ഓക്കെ എന്ന് വന്നിട്ടുണ്ട്. ബിഗ് ന്യൂസ്, റീഅഷ്യൂറൻസ്, സപ്പോർട്ട്, ഗൈഡൻസ്, ഓവർസീസ്, ഓവർസീൻ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മേ ബി നിങ്ങൾ എന്തോ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഓവർസീൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മെസ്സേജ് വന്നു പോയി, നിങ്ങൾ മിസ് ചെയ്തു. പക്ഷെ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. വൈസ് ഡിസിഷൻ, ആക്യുറേറ്റ്, ബ്രില്യൻറ്റ്, ഓർഗനൈസ്ഡ്, വാലിഡേറ്റഡ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കാൻ നോക്കുകയാണ്, പക്ഷെ എന്തോ സംശയം, അത് ശരിയാണോ, ഞാൻ എടുക്കണ തീരുമാനം ശരിയാവോ. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കണ തീരുമാനം ശരിയാണ്. ഓക്കെ, നിങ്ങൾ നല്ലൊരു വൈസ് ഡിസിഷനാണ് എടുക്കണത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കളേഴ്സ് പർപ്പിൾ വന്നിട്ടുണ്ട്. പർപ്പിൾ, യെല്ലോ, ബ്ലൂ, ഇതൊക്കെയാണ് കളേഴ്സ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്ന കളേഴ്സാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെസ്സേജ് ലിയോ. ഇവിടെ സൈൻസ് വന്നിരിക്കണേ കുറേ ടോറസ്, ജെമിനായി,
അക്വേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ സൈൻസ് ഉണ്ട്. ബട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈൻസ് ഇവിടെ കാണുന്നത്. ടോറസ്, അക്വേറിയസ് ഉണ്ട്, ജെമിനി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.